ഇന്ന് 100 പേർക്കുള്ള ചിക്കൻ ലഗോൺ ബിരിയാണിയാണ്. എൻ്റെ കൂടെ ഉള്ളത് ജാഫറാണ്. അപ്പോൾ അത് 15 കിലോ റൈസ്, 16 കിലോ ഇറച്ചി. അപ്പോൾ 15-ന് 15 ഒപ്പിടുക. പക്ഷേ സംബന്ധിച്ച പീസ് തയ്യില്ല. അപ്പോൾ അതുകൊണ്ട് 1 കിലോ ഇറച്ചി 2 കിലോ ഇറച്ചി കൂട്ടിയിടും. 15 കിലോനിക്കുള്ള ചിക്കൻ ഇട്ടാണ്, ലഗോണാണ് ഇട്ടത്. ഉള്ളി സാധനമൊക്കെ വാട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കും. സാധാരണ വാട്ടാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് നേരത്തെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പച്ചക്ക് ഇടും. അപ്പോൾ ഉള്ളി ഇടാം. ഉള്ളി, തക്കാളി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോണത്. പച്ചമുളക്, തൈര് ഒഴിക്കുകയാണ്. ലേശം വെള്ളം ഒഴിക്കേണ്ട അതിലേക്ക്. അടച്ചു വെക്കാണ്ട മണിക്കൂറായി. അപ്പം ഇത് നമ്മൾ തുറന്നിട്ട് തന്നെ ഇറക്കിയിട്ട് എന്ത് ചെയ്യും, മസാലകളൊക്കെ കൊടുത്ത് ദമ്മിടും. ഇപ്പൊ ഇറച്ചി എന്തെന്നറിയോ, പകുതി വന്നിട്ട് നമ്മളിതിന്റെ മേലെ ചോറ് ഊറ്റിടും. ബാക്കി അതിന്റെ അടി കിടന്ന് ദമ്മിലാവും. മസാല, ചിക്കൻ മസാല, ഗരം മസാല ഇട്ടാണ്. ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ചോറ് ദമ്മിടാൻ പോണ്. അപ്പൊ നമ്മൾ മല്ലിച്ചപ്പ് കൊടുക്കുന്നത്. മേലെ അലങ്കരിക്കാനുള്ള ഉള്ളിയാണ് ഇട്ടത്. നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ടാണ് കേട്ടോ. ഒരു ലേശം ചെയ്യാം. നമ്മൾ കുറച്ച് നെയ്യ് ഇതിൽ വയ്ക്കാം. പകുതി വന്തായി അതിലേക്ക് ഇടാം. ദമ്മിൽ കിടന്ന് പോകും. പൈനാപ്പിൾ, ക്യാരറ്റ്, മല്ലിച്ചപ്പ് അതിന് മേലെ ഇടാണില്ല. ലേശം ഉള്ളി പൊരിച്ചത് വീണ്ടും ഇടാണ്. ഗരം മസാല. നമ്മളിവിടെ നെയ്ച്ചോറ്റിലൊക്കെ ഇടുന്ന ഒരു ഓലയാണ്. എന്താണ് ഈ ഇലക്ക് പറയാ? ചോറ്റ് കൈതാന്ന് പറയും. ചോറ്റ് കൈത. അപ്പൊ ഇത് എന്താ വെച്ചാൽ നമ്മൾ ടൈഗർ എസൻസ് ഇതിൽ കൊടുക്കും. പക്ഷെ അതിന് പകരം നമ്മൾ കൊടുക്കുകയാണ്. ഇത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് സ്മെല്ല് ഉണ്ടാവും. നല്ല സ്മെല്ല് കിട്ടും. ചോറ് മറിക്കുമ്പോൾ നമുക്ക് കാണാം. എന്ത് ചെയ്യുന്നറിയോ, ടൊമാറ്റോ സോസ് കൊടുക്കാം. ഇതിന് മീതെ റൈസ് ഇടാം. അപ്പൊ ഇത് 15 കിലോ ആയി. അപ്പോളേ നമ്മള് ആ ഉള്ളി പൊരിച്ചില്ല, ഉള്ളി പൊരിച്ച എണ്ണ ഇതിന്റെ മീതെ എങ്ങനെ ഒഴിക്കാം അല്ലേ? ഇതിലേക്ക് 6 kg ഒഴിക്കട്ടെ. ഒരു 200 ഗ്രാമൊക്കെ മതി അല്ലേ? 200 ഗ്രാം. അപ്പൊ നമ്മളിത് ഇടാൻ പോവാണ്. ഇതിന്റെ പകുതി വേവ് അരി വയ്ക്കണം, പകുതി വേവ് ഇറച്ചി വയ്ക്കണം. അപ്പൊ ഇനി ബാക്കി നമ്മൾ എന്ത് ചെയ്യും, അടിയിലും മേലെ കണ്ണിട്ടിട്ട് 1 മണിക്കൂർ നമ്മൾ ഇടും. 1 മണിക്കൂറിന് ശേഷം നമുക്ക് പൊട്ടിക്കാം. ഷാവുല, അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾക്ക് ദമ്മ് പൊട്ടിക്കണം. ഓക്കെ. അപ്പൊ നമ്മളിത് മറിച്ച് മിക്സ് ആക്കിയിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇത് മറിക്കാം. അപ്പൊ 100 ആൾക്കുള്ള ബിരിയാണി റെഡി ആയി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പൊരിച്ചില്ല, മുതിരും അതിന്റെ മേലെ ലേസം. അപ്പോൾ കല്യാണപ്പുരയിൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം ഷൗലത്തിക്കാടൻ.